എവിടെ ചെന്നാലും എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് വരും കേട്ടോ. അവിടെ കോവയ്ക്ക ഇരിക്കുന്നതായിട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് കോവയ്ക്ക തുനുതുനാന്നരിയാൻ തുടങ്ങി കേട്ടോ. കൊല്ലത്തുനിന്ന് വന്ന് എനിക്ക് കോഴിക്കോടൻ ഭാഷ കേൾക്കാൻ നല്ല രസമായിട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ പുളിയും മുളകും മീൻകറിയും വെച്ചു, എന്നിട്ട് കല്ലുമ്മക്കായ വറുത്തും വെച്ചേക്കാണ് കേട്ടോ. ഞാൻ ഇതുവരെ കല്ലുമ്മക്കായ കഴിച്ചിട്ടില്ല. എന്നിട്ട് അപ്പോഴത്തേനും ഞാൻ അവിടെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എല്ലാവരും വാലേ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വാലിന്റെ പുറകിൽ രവീണ ഉണ്ടായിരുന്നു. നോക്കട്ടെടി ഇതിന്റെ കോവയ്ക്കാന്ന് പറഞ്ഞ് രുചി നോക്കാൻ വാങ്ങിച്ചതാണ്. ബാക്കി എന്നെ വിളിച്ചതൊക്കെ നിങ്ങൾ ഊഹിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൊള്ളിയ കയ്യുമായിട്ട് അതും പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നട കറിയൊക്കെ എടുത്ത് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പലതും ഞാൻ എടുത്തില്ല, കാരണം അലർജി ആണോ എന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. കല്ലുമായി എങ്ങനെ കഴിച്ചിട്ട് ഞാൻ മൂടിപ്പോച്ചിവിടെ കിടന്നാലോ, അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ മുറ്റത്തിരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് വാവ ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിലിരുന്ന്. അതല്ലെങ്കിൽ ഈ കുഞ്ഞു പിള്ളേരെ എനിക്ക് കടിച്ച് തിന്നാൻ തോന്നും കേട്ടോ. അവരുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പിന്നെ ഞങ്ങൾ അവിടെ മുറ്റത്തിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും, അതായത് രാത്രി ആയപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ശേഷം വീട്ടിലെത്തിയിട്ട് സ്റ്റാറ്റിക് എനർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കസേരയിലിരുത്തി അടിയോടടിയായിരുന്നു. പക്ഷെ വെറുതെ ആയിരുന്നു, ഞങ്ങൾക്ക് വന്നില്ല. എന്നാൽ പിന്നെ സാരമില്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ ആയിരുന്നു അവിടെ ഡാൻസ് കളിയും തുള്ളലും ബഹളവും ഒക്കെ തന്നെ കേട്ടോ. പിറ്റേ ദിവസം വെളുപ്പിനെ എഴുന്നേറ്റിട്ട് നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരോട് ഫോട്ടോ എഴുതി കേട്ടോ. കഴിഞ്ഞ വർഷം ഈ സമയം അവളുടെ വയറ്റിൽ പിടിച്ചിട്ട് പോട്ടെ വാവയെന്ന് പറഞ്ഞുകൊണ്ട് നിന്നതാണ്. ഇന്ന് വാവ എന്തായാലും കയ്യിൽ വന്നിട്ടുണ്ട്, ഉറങ്ങുമായോണ്ട് കേട്ടോ ഞങ്ങൾ എടുക്കാഞ്ഞത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് നേരെ കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്ന് വന്ദേ ഭാരതിൽ കയറിയിട്ട് അവിടുന്ന് എന്തൊക്കെയോ ഫുഡ് കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. എറണാകുളത്ത് എത്തിയപ്പോഴത്തേനും എൻ്റെ ടീംസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.